പുതുവത്സരാഘോഷങ്ങൾക്കായി ഒരുങ്ങുകയാണ് ലോകം. സംസ്ഥാനത്ത് ഫോർട്ട് കൊച്ചി, കോവളം, കോഴിക്കോട് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് രാത്രി വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കും. ദേശീയ ദുഃഖാചരണത്തെ തുടർന്ന് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലെ ആഘോഷ പരിപാടികൾ പൂർണ്ണമായും ഒഴിവാക്കിയെങ്കിലും വെളി ഗ്രൗണ്ടിലെ പരിപാടികൾക്ക് മാറ്റമില്ല. കൊച്ചി കേന്ദ്രീകരിച്ച് പള്ളുരുത്തി, കാക്കനാട്, മലയാറ്റൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പപ്പാഞ്ഞിയെ ഒരുക്കിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ കോവളത്തു നിന്നും അശ്വിൻ പാലാഴി ഫോർട്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകും. അജീഷ്, കോവളത്തെ ആഘോഷങ്ങൾക്ക് എന്തൊക്കെ ക്രമീകരണങ്ങളാണ്? വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാകുമല്ലോ. പോലീസിന്റെ പരിശോധന നേരത്തെ തന്നെ തുടങ്ങി കാണുമല്ലോ അല്ലേ? വിജയകുമാർ, എന്തായാലും പുതുവർഷത്തെ വരവേൽക്കാൻ കോവളം തലസ്ഥാനമൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. കോവളത്ത് കൂടുതലും നമുക്കറിയാവുന്നതുപോലെ തന്നെ വിദേശ വിനോദസഞ്ചാരികളും ഒപ്പം തന്നെ ആഭ്യന്തരത്ത് കേരളത്തിന് പുറത്തുള്ള വിനോദസഞ്ചാരികളുമാണ് കൂടുതലായിട്ടും എത്തുന്നത്. എല്ലാ കാലത്തും അങ്ങനെയാണ് കോവളത്തെ ഒരു ആഘോഷം. തദ്ദേശീയരായിട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെ രാത്രിയാണ് കൂടുതലും കോവളത്തേക്ക് എത്തുന്നത്. ഒരു 6 മണിക്ക് ശേഷമാണ് കോവളത്തേക്ക് ഒരു തിരക്ക് എന്തായാലും തുടങ്ങുന്നത്. എന്തായാലും പോലീസ് കർശന സുരക്ഷയാണ് കോവളത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് കോവളത്ത് ഈ കലാപരിപാടികൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്വകാര്യ റിസോർട്ടുകളും അല്ലാത്ത സ്വകാര്യ ക്ലബ്ബുകളും അവരുടേതായിട്ടുള്ള പാസ് ഏർപ്പെടുത്തിയിട്ടുള്ള ചില DJ പോലത്തുള്ള കലാപരിപാടികളൊക്കെ നടത്താറുണ്ട്. അത് നിയന്ത്രിതമായ അളവിൽ മാത്രമേ ആളുകൾക്ക് പ്രവേശനമുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഈ ബീച്ചിലേക്ക് കടന്നു വരാം. പോലീസിന്റെ സുരക്ഷയുണ്ട്. പോലീസ് ഇവിടെ CCTV ക്യാമറകളെല്ലാം ചുറ്റിനും സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ തൊട്ട് തന്നെ ഈ ബൈപ്പാസിലും അത് കോവളത്തേക്ക് കടക്കുന്ന വഴികളിലൊക്കെ തന്നെ ഗതാഗത നിയന്ത്രണം ഉണ്ടാവും. ജില്ലാ പോലീസ് മേധാവിമാർക്ക് സംസ്ഥാന DGP തന്നെ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാത്രി ഈ ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞ് വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടികൂടാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളതായിട്ട് പോലീസ് പറയുന്നു. അങ്ങനെയുള്ളവരെ പിടികൂടുമെന്ന് പോലീസ് ഉറപ്പായിട്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് കർശന സുരക്ഷയിലാണ് ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾ നിയന്ത്രിക്കുന്നത്. എന്തായാലും കോവളം ഒരുങ്ങിക്കഴിഞ്ഞു. ആളുകളൊക്കെ വൈകിട്ടോടെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. നമ്മൾ 24-ഉം അതേ ന്യൂ ഇയർ ആഘോഷമൊക്കെ തത്സമയം കാണിക്കാൻ വൈകിട്ട് സജ്ജമാണ്. എന്തായാലും ഇപ്പോൾ ഉച്ച സമയത്ത് ഇവിടെ ഇപ്പോൾ കൂടുതലും ആഭ്യന്തര വിനോദസഞ്ചാരികളും വിദേശികളുമാണ് ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് എത്തിയിട്ടുള്ളത്. യെസ്, അജീഷ് ജയകുമാർ കോവളത്തു നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വിഷ്ണു സുരേഷാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഇത്തവണ എനിക്ക് തോന്നുന്നു 4 മണി മുതൽ തന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് ബസ് സർവീസുകൾ നിർത്തുകയാണ്. കുറെ കൂടി കർശന നടപടികളിലേക്ക് പോലീസ് പോകുന്നുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യം കണക്കിലെടുത്തായിരിക്കുമല്ലേ കടുത്ത നടപടി? എന്താണ് ഫോർട്ട് കൊച്ചിയിലെ വിവരങ്ങൾ, വിഷ്ണു? വിജയകുമാർ, ഫോർട്ട് കൊച്ചിയുടെ ന്യൂ ഇയർ ആഘോഷം അതിൻ്റെ ഒരു ഉച്ചസ്ഥായിലേക്ക് എത്തണമെങ്കിൽ 5 മണിയോടുകൂടിയൊക്കെ ആകും. നിലവിൽ ഈ പാപ്പാഞ്ഞിയുടെ അവസാനവട്ട ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പാപ്പാഞ്ഞിയാണ് ഇന്ന് രാത്രി 12 മണിയോടുകൂടി കത്തിക്കുക. അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ്. സാധാരണഗതിയിൽ ഫോർട്ട് കൊച്ചിയിലെ കാർണിവൽ ആഘോഷങ്ങൾ നടക്കുക പരേഡ് ഗ്രൗണ്ടിലാണ് കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. എന്നാൽ ഇത്തവണ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് അത് മാറ്റിവെച്ചു. ഇക്കാണുന്ന പാപ്പാഞ്ഞിയും അനിശ്ചിതത്വത്തിലായിരുന്നു. എന്നാൽ കോടതി ഇടപെടലിനെ തുടർന്നാണ് അത് കത്തിക്കാം എന്നൊരു നിർദ്ദേശം അവർക്ക് ലഭിക്കുകയും അതിൽ കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട്. 2020-ൽ ഈ പാപ്പാഞ്ഞി കത്തിക്കലുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാമ്പേഡിന് സമാനമായ സാഹചര്യം ഈ ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തവണ കൂടുതൽ കർശന നടപടികളൊക്കെ എടുത്തിരിക്കുന്നത്. ഏകദേശം പാപ്പാഞ്ഞിൽ നിന്ന് 70 മീറ്റർ ബാരിക്കേഡ് കെട്ടി തിരിച്ചിട്ടുണ്ട്. അതിനിപ്പുറത്തേക്ക് മാത്രമാണ് ആളുകൾക്ക് നിൽക്കാനുള്ള അവസരമുള്ളത്. ഒപ്പം ഈ പോലീസുകാർ ഏകദേശം 500-ലധികം വരുന്ന പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് എയ്ഡ് നൽകാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും അതോടൊപ്പം ഈ ഫയർഫോഴ്സിന്റെ സജ്ജീകരണങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമാണ്. 42 ക്യാമറകൾ അതിൻ്റെ കണക്ടിവിറ്റി നേരെ പോലീസ് കൺട്രോൾ റൂമിലേക്കൊക്കെ നൽകിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർണ്ണമാണ്. ഇനി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങും. 5 മണിയോടുകൂടി ഫോർട്ട് കൊച്ചി അതിൻ്റെ ന്യൂ ഇയർ ആഘോഷങ്ങളിലേക്ക് എത്തുകയാണ്. ഇത്തവണയും വിപുലമായ ആഘോഷങ്ങൾ ഉണ്ടാവും. ഒരു തരത്തിലുള്ള മറ്റ് കഴിഞ്ഞ തവണത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ തവണത്തെ പോലുള്ള പ്രശ്നങ്ങൾക്കൊന്നും ഇട നൽകരുത് എന്നുള്ള കർശന നിർദ്ദേശം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുമുണ്ട്. വിജയകുമാർ, ശരി, എന്തായാലും കോവളത്തും അതുപോലെ ഫോർട്ട് കൊച്ചിയിലുമൊക്കെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകി.